നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകത്തമ്മ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ ഞെരുക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചൂട്ടേറ് ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷിയായി. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണം പൂർത്തിയായി. അവണിശ്ശേരിയുടെ കായിക കുതിപ്പിന് കൂടുതൽ കരുത്തു പകരുമെന്ന് പ്രതീക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. ഊരകത്തമ്മ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. രാവിലെ ചതുശ്ശത നിവേദ്യത്തിനു ശേഷം പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചതിരിഞ്ഞ് ധ്രുവം മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പും സന്ധ്യയ്ക്ക് നിറമാലയും ഉണ്ടായിരുന്നു. തുടർന്ന് സോപാന സംഗീതം അരങ്ങേറി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കാളികളായത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്തില് നാടക മത്സരത്തിൽ പങ്കെടുത്ത് ബ്ലോക്കിൽ 1ാം സ്ഥാനം നേടി, ജില്ലയിൽ 1ാം സ്ഥാനം നേടി, സ്റ്റേറ്റിൽ 1ാം സ്ഥാനം നേടിയ ചേർപ്പ് ബ്ലോക്കിന്റെ വല്ലച്ചിറ പഞ്ചായത്തിന്റെ തൃശ്ശൂർ ജില്ലയുടെ സംവിധായകനാണ് ഞാൻ. ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ശക്തി കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പലപ്പോഴും ജഡ്ജിയായിട്ട് പലയിടത്ത് ചെല്ലുമ്പോൾ, കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ചെല്ലുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എനിക്കതിൻ്റെ കാരണം തോന്നുന്നു, നമ്മുടെ കേരളത്തിൽ അനവധി പരിപാടികൾ നിർബാധങ്ങൾ നടക്കുന്നതിൻ്റെ പേരാണ്. ഫണ്ടിലായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കലാപരിപാടികൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കണ്ണൂരും കാസർഗോഡും കോഴിക്കോടൊക്കെ പോകുമ്പോൾ പല ബ്ലോക്ക് പഞ്ചായത്തുകളും ഒരുപാട് കലാപരിപാടികൾ നടത്തുന്നുണ്ട്. അത് ഒന്നുകിൽ ജനങ്ങളിൽ നിന്ന് തിരിച്ചുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതൊരു തനത് ഫണ്ട് കണ്ടെത്തി, അല്ലെങ്കിൽ അതിൻ്റെ നിയമ സാധ്യതകൾ എനിക്കറിയില്ല. ഫണ്ട് കണ്ടെത്തി നാട്ടിലെ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ അധീനതയിൽപ്പെടുന്ന അല്ലെങ്കിൽ അതിർത്തികളിൽപ്പെടുന്ന ആളുകൾക്ക് ഇതിന് ഈ കല സഭയിലേക്ക് വേണ്ടുന്ന പണം സംഭരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വിദ്യാർത്ഥികളുമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ മത്സരങ്ങളും കഴിഞ്ഞ് അത് ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സംസ്ഥാനം സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ കലാഭിരുചികളും കായിക അഭിരുചികളും എന്ന് പറയുന്നത് മികച്ച സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആ മേഖലയിൽ നന്നായി ഇടപെടുന്നു. സാംസ്കാരിക വകുപ്പും അതിനോടനുബന്ധിച്ചുള്ള വകുപ്പുകളൊക്കെ
കലാ സാംസ്കാരിക സ്ഥാപനങ്ങൾ, സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ മേഖലയിൽ നന്നായി ഇടപെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഏഷ്യയിൽ തന്നെ മികച്ച ഒരു കലാപ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് നന്നായി സംഘടിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെറി ജോസഫ്, ഹസീന അക്ബർ, അംഗങ്ങളായ ടി.കെ. ഗീത, NT സജീവൻ, ഷീല ഹരിദാസ്, അനിത മണി, സെക്രട്ടറി അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു. കായിക മത്സരങ്ങൾ 13, 14, 15 തീയതികളിലാണ് നടക്കുന്നത്. കലാമത്സരങ്ങൾക്ക് 14 രാവിലെ 9 തുടക്കമാകും. ആറാട്ടുപുഴ ഞെരുക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചൂട്ടേറ് ഭക്തിസാന്ദ്രമായി. ദീപാരാധനയ്ക്കു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 100 കണക്കിന് ഭക്തർ സാക്ഷികളായി. ആലിന് സമീപം ഒരുക്കിവെച്ച ചൂട്ടുകളിലേക്ക് ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവന്ന ദീപം പകർന്നു. ഊരായ്മ കുടുംബത്തിലെ ഉപനയനം കഴിഞ്ഞ ഉണ്ണികൾ 2 കൈകളിലും കത്തിച്ച ഓലച്ചൂട്ടുകൾ പിടിച്ച് ഞെരൂരപ്പന് ഹരിയോം ഹരി എന്ന് ഉച്ചരിച്ചുകൊണ്ട് 3 തവണ ക്ഷേത്രത്തിൽ ഓട്ടപ്രദക്ഷിണം ചെയ്തു. പ്രദക്ഷിണം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആലിലേക്കാണ് കത്തിച്ച ചൂട്ടുകൾ ആദ്യം കൂട്ടമായി എറിഞ്ഞത്. തുടർന്ന് ഉണ്ണികൾക്കൊപ്പം പ്രായവ്യത്യാസമില്ലാതെ നിരവധി ബ്രാഹ്മണ ബാലന്മാർ ചൂട്ടേറിൽ പങ്കാളികളായി. തുടർന്ന് ശ്രീഭൂതബലി നടന്നു. വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശിയുടെ പിറ്റേ ദിവസമാണ് ചൂട്ടേറ് ചടങ്ങ്. നമസ്കാര മണ്ഡപത്തിൽ വില്ലോമംഗലം സ്വാമിയാരെ സങ്കല്പിച്ച് വിളക്ക് കൊളുത്തിവെച്ചിരുന്നു. ചൂട്ടേറിനോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ യോഗീശ്വരി പൂജ, നാമജപം, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടായിരുന്നു. തന്ത്രിമാരായ വടക്കേടത്ത് ഹരിനമ്പൂതിരി, തെക്കേടത്ത് ദാമോദരൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണം പൂർത്തിയായി. അവണിശ്ശേരിയുടെ കായിക കുതിപ്പിന് കൂടുതൽ കരുത്തു പകരാൻ പഞ്ചായത്തിലെ ഏറ്റവും വലിയ മൈതാനത്ത് കഴിയുമെന്നാണ് പ്രതീക്ഷ. കായിക മേഖലയിലെ കരുത്തരായി അവണിശ്ശേരിയിലെ കുട്ടികളെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യവുമായാണ് അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്തെ നവീകരിച്ചത്. ഇതോടൊപ്പം അവണിശ്ശേരിയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ക്രിക്കറ്റ്, ഫുട്ബോൾ അടക്കമുള്ള കായിക ഇനങ്ങൾ പരിശീലിക്കുന്നതിനും മൈതാനത്തെ ഉപയോഗപ്പെടുത്താനാകും. അവണിശ്ശേരി മൈതാന വികസന സമിതി എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഗ്യാലറി അടക്കം സജ്ജമാക്കാനും ലോങ് ജമ്പ് വിറ്റടക്കം സജ്ജമാക്കാനും കഴിഞ്ഞതായി സംഘാടകർ അറിയിച്ചു. സെൻറ്റ് ജോസഫ് സ്കൂളിലത്തെ പ്രിൻസിപ്പാളായിട്ട് ജോസഫ് മാഷ് ഉള്ള സമയത്ത് മാഷിനോട് ചെന്ന് സംസാരിക്കുകയും രൂപതയായിട്ട് ഇതിൻ്റെ സ്കൂളിൻ്റെ മാനേജർ അച്ഛനായിട്ടും ലിജോ ചാലിശ്ശേരി അച്ഛനായിട്ടും അതുപോലെ അതിരൂപതയായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഫണ്ട് പോലും സ്കൂളിൽ നിന്ന് വരുമാനമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഫണ്ട് കണ്ടെത്താനോ അത് ഡെവലപ്പ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇതിന് ചിലവാകുന്ന തുക മുഴുവൻ ഞങ്ങളായിട്ടത് മുന്നിട്ട് നിന്നുകൊണ്ട് ചെയ്തു കൊള്ളാം എന്നുള്ളൊരു ഉറപ്പിന്മേൽ അതിന് അനുവാദം തന്നു. അപ്പോൾ അതിനായിട്ട് മുന്നിട്ടിറങ്ങിയതാണ് ഞങ്ങൾ ഈ ഒരു മൈതാനം നവീകരണത്തിനായിട്ട്. ആ ഒരു രീതിയിൽ ഏകദേശം 30-ലധികം തെങ്ങുകൾ മുറിച്ചുകൊണ്ട് ചെരിഞ്ഞ പ്രദേശമായിരുന്ന ഈ മൈതാനത്തിലെ ആ ചെരിഞ്ഞ മണ്ണ് എടുത്തുകൊണ്ട് മൈതാനം ഞങ്ങൾ ഇത്രയും ഈ കാണുന്ന ഏരിയ മുഴുവനായിട്ട് നമ്മൾ മണ്ണിട്ട് അത് നികത്തി നല്ലൊരു മൈതാനമായിട്ട് ഇത് രൂപപ്പെടുത്തി. അതിനിപ്പോൾ ഇവിടെയുള്ള ഇപ്പോഴത്തെ പുതിയ പ്രിൻസിപ്പളാണെങ്കിലും ഇപ്പോഴിവിടെയുള്ള പുതിയ HM ജിജിമോൾ ടീച്ചറാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഇക്കാര്യത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ഒരു മൈതാനം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഇത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റുകൾ AFAയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കയറ്റിപ്പാടം ക്രിക്കറ്റ് ക്ലബ്ബ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ACL എന്ന് പറയുന്ന ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി കബഡിയിലും അതുപോലെ നമ്മൾ പഞ്ചായത്തിൻ്റെ മുഴുവൻ ധനസഹായത്തോടു കൂടിയിട്ട് ഒരു ജമ്പിങ് പിറ്റ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 9 മീറ്റർ നീളവും 4.5 മീറ്ററിന് അടുത്ത് വീതിയിലുള്ള വലിയൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ജമ്പിങ് പിറ്റ്, ലോങ് ജമ്പും അതുപോലെ ട്രിപ്പിൾ ജമ്പൊക്കെ ചാടാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മണൽ കാര്യങ്ങൾ അത് കറക്റ്റ് ബീച്ച് മണൽ നിറച്ചുകൊണ്ടാണ് നമ്മൾ ആ ജമ്പിങ് പിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഇനി വോളിബോളിന്, ബാസ്കറ്റ് ബോളിന്, അതുപോലെ അങ്ങനെയുള്ള ടെന്നീസ്,
മറ്റു കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മൈതാനം വലിയൊരു നിലവാരത്തിൽ എത്തിക്കാനുള്ളൊരു കൂട്ടായ്മയായിട്ട് തന്നെ അവണിശ്ശേരി മൈതാന വികസന സമിതി ഇനിയും പ്ലാനുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്ത് പരിധിയിൽ മറ്റൊരു മൈതാനത്തിന്റെ അഭാവത്തിൽ സ്കൂൾ ഗ്രൗണ്ട് കൂടുതൽ നിലവാരത്തിലേക്ക് ഉയർത്തേണ്ടത് അനിവാര്യമാണെന്നും ഇതിനായി പൊതുജനങ്ങളടക്കം സഹകരിക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രൗണ്ടാണ് അവണിശ്ശേരി സെൻറ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ട്. തീർച്ചയായും അതിൻ്റെ മൈതാന വികസനവുമായി ബന്ധപ്പെട്ട് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ വരും തലമുറയുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു വലിയ ഒരു ഗ്രൗണ്ടും അതുമാതിരി തന്നെ പഞ്ചായത്തിൻ്റെ മായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു പിറ്റ് 10,75,000 രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു പിറ്റ് പഞ്ചായത്തിൻ്റെ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വരും തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പോർട്സിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അവണിശ്ശേരി നാങ്കുളം ശ്രീ കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഇരട്ടക്കുടം പൊങ്കാല ഭക്തിസാന്ദ്രമായി. ഇതോടനുബന്ധിച്ച് നടന്ന സർവ്വ ഐശ്വര്യ പൂജയിലും അന്നദാനത്തിലും ലക്ഷം ദീപം ചടങ്ങിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ഗണപതി ഹോമം, നവകപൂജ, നവകാഭിഷേകം, തൃക്കാർത്തിക ഊട്ട്, സമൂഹ ലളിത സഹസ്രനാമജപം, അത്താഴ പൂജ എന്നിവയും നടന്നു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രകടനം. യൂണിറ്റ് പ്രസിഡന്റും കെ ഭാഗ്യനാഥൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ പി വർഗീസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ജി രതീഷ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി അരുൺ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ 3000-ലധികം യൂണിറ്റുകളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പന്തംകുളത്തി പ്രകടനം നടക്കുകയാണ്. വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പന്തംകുളത്തി പ്രകടനം നടത്തുന്നത്. നമ്മുടെ ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സംവിധാനങ്ങളായിട്ട് മാറ്റിയിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന KSEBയും KSRTCയും മദ്യവും ബിവറേജസും പെട്രോൾ വിൽപ്പനയും ഒക്കെ തന്നെ ഏത് ഗവൺമെൻറ്റുകൾ ഭരിച്ചാലും ഇന്നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സംവിധാനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ശക്തമായിട്ട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ 3000-ലധികം യൂണിറ്റുകളിൽ ഇന്ന് ഇതിൻ്റെ ഈ വർധനയ്ക്കെതിരെ, ഇലക്ട്രിസിറ്റി ചാർജ് വർധനയ്ക്കെതിരെ പ്രതിഷേധ സൂചകമായിട്ട് പന്തംകുളത്തി പ്രകടനം നടത്തുകയാണ്. അതായത് ഇത് ഇന്ന് ഈ ഒരു ജാഥ ഒരു തുടക്കമാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഗവൺമെൻറ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ജനങ്ങളെ, സാധാരണ സംഘടനയിലല്ലാത്ത നാട്ടുകാരും കൂടി ഈ സമരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വിജയിക്കുന്നവരെ വ്യാപാരി സംഘടന ഈ സമരം തുടരുന്നുള്ളത് 100% ഉറപ്പാണ്. ചിത്രം വരയിൽ അത്ഭുതം തീർക്കുകയാണ് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി CH ശ്രീതു. ചിത്രരചനാ മത്സരങ്ങളിലടക്കം നിരവധി സമ്മാനങ്ങൾ വാങ്ങിയ മിടുക്കി നാടിനും സ്കൂളിനും അഭിമാനം കൂടിയാണ്. ഏറ്റവും ഇഷ്ടം എന്താണ്? ശ്രീധുവിനോടാണ് ചോദ്യമെങ്കിൽ ഒരൊറ്റയുത്തരം, ചിത്രം വരയ്ക്കാൻ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ എന്ന മറുപടി.
ദൈവികമായി ലഭിച്ച കഴിവിനെ അത്രമേൽ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇതിനകം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ശ്രീധുവിന്റെ വരജീവിതം കാഴ്ചക്കാരന് വലിയ അത്ഭുതമാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരച്ചു തുടങ്ങിയത് ചേട്ടൻ വരയ്ക്കുന്ന കണ്ടിട്ടാണ് വരച്ചു തുടങ്ങിയത്. അപ്പോൾ LP സ്കൂൾ, ഗവൺമെൻറ് LP സ്കൂൾ അമ്മാടും, അവിടെ നിന്ന് തന്നെ ഞാൻ അത്യാവശ്യം വരച്ചു തുടങ്ങി. പിന്നെ അമ്മാട് സെൻറ് ആൻ്റണീസ് സ്കൂളിൽ വന്നപ്പോൾ ടീച്ചേഴ്സ് എന്നെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നെയാണ് ഞാൻ ഡ്രോയിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിപ്പുറത്ത് തന്നെയുള്ള ഗോവിന്ദൻകുട്ടി മാഷിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത്. ഒരു 2-2.5 വർഷം പഠിച്ചു വന്നാൽ എപ്പോഴും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മാഷോട് ചോദിച്ചാൽ മാഷ് പറഞ്ഞുതരും. അത് കഴിഞ്ഞ് 10ൽ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റി. അതുപോലെ അത് കഴിഞ്ഞ് +1 +2 വന്നപ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മളെ ഒരു പരിപാടിക്കും പോകുമ്പോഴും ക്ലാസ് മിസ്സായാലും അതൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരും. പഠനത്തിലും ടീച്ചേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ വരയിലും ഒരുപാട് സപ്പോർട്ടാണ്. കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ അവിടെ തന്നെ പലതരത്തിലുള്ള ഡ്രോയിങ് സ്റ്റൈൽ അതൊക്കെ ഒന്ന് പരിചയപ്പെടാനും പറ്റി. അതുപോലെ തന്നെ ഈ വർഷത്തെ സംസ്ഥാന ശുചിത്വ മിഷൻ നടത്തിയ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടി. അതും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് കിട്ടിയത്. അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ശ്രീധു ശുചിത്വ മിഷൻ കേരളയുടെ സംസ്ഥാനതല പെയിന്റിംഗ് മത്സരത്തിൽ ഒന്നാമതെത്തിയിരുന്നു. ചെറുപ്പം മുതലേ കലയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീധുവിന് ഉത്തരവാദിത്തങ്ങൾ ഏറിയേറി വരികയാണ്. സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ജില്ലാ മേളയിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ്ങിൽ സംസ്ഥാന മത്സരത്തിലേക്ക് പോവുകയാണ്. മുൻ വർഷങ്ങളിലും നാഷണൽ ലെവലിലൊക്കെ മത്സരിച്ചിട്ടുള്ള ശ്രീധുവിന് എല്ലാവിധ ഭാവങ്ങളും നേടുകയാണ്. കലയുടെ അശ്രാന്ത പരിശ്രമത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ A ഗ്രേഡും 1ാം സ്ഥാനവും കരസ്ഥമാക്കി. ഒപ്പം ഓയിൽ പെയിന്റിംഗ്, വാട്ടർ കളറിംഗ് എന്നിവയിലും A ഗ്രേഡ് നേടിയിട്ടുണ്ട്. ശ്രീധുവിനെ ഏതൊരു കോമ്പറ്റീഷന് കൊണ്ടുപോകാനും നമുക്ക് അഭിമാനമാണ്, കോൺഫിഡൻസ് ആണ്. കാരണം പോയി കഴിഞ്ഞാൽ ശ്രീധുവിന് ഫസ്റ്റ് ഉറപ്പാണ്. കഴിഞ്ഞ തവണ നാഷണൽ ലെവലിൽ വരെ കലോത്സവം ഭാഗമായിട്ട് പോയിട്ട് നാഷണൽ വിന്നറാണ്. ശ്രീധു ഞങ്ങളുടെ സെൻറ് ആന്റണീസ് HSS അമ്മാടത്തിൻ്റെ തീർത്തും ഒരു അഭിമാനമാണ്. മുൻപ് കലാ ഉത്സവ് ദേശീയ മത്സരത്തിൽ വിഷ്വൽ ആർട്സ് വിഭാഗത്തെ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിരുന്നു. +2 പൂർത്തീകരിച്ച ശേഷം ആർക്കിടെക്ട് എഞ്ചിനീയറിംഗിലേക്ക് തിരിയാനാണ് ഈ മിടുക്കിയുടെ ആഗ്രഹം. വെങ്ങിണിശ്ശേരി ചെള്ളിക്കാട്ടിൽ സുധീന്ദ്രന്റെയും ശിവകുമാരിയുടെയും മകളാണ് CS ശ്രീധു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ CS അഖിൽദാസ് സഹോദരനാണ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി ചേർപ്പ് ആര്യ ഐ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. AKTA സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദിവ്യ, ഡോക്ടർ നീരജ, ചേർപ്പ് ഏരിയ സെക്രട്ടറി TA ജോസഫ്, ആര്യ ഐ കെയർ ആശുപത്രി ബ്രാഞ്ച് മാനേജർ RS ജിഷാദ് എന്നിവർ സംസാരിച്ചു. പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡിസംബർ 13 നമ്മുടെ ജന്മദിനം ഗംഭീരമായിട്ട് എല്ലായിടത്തും ആചരിച്ചു വരികയാണ്. നമ്മളെ സംബന്ധിച്ച് 1981 നമ്മുടെ സംഘടന രൂപം കൊള്ളുന്നത്. അന്ന് വിരലിലുണ്ടാകുന്ന ആളുകളെ വെച്ചുകൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ഓരോ വർഷവും അതിന്റെ പ്രവർത്തനത്തിന്റെ മേന്മ കണ്ടുകൊണ്ട് അതിലേക്ക് വരുന്ന ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ കൂടുതൽ വന്ന് ഇന്ന് 3,56,019 അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയായി കേരളത്തിൽ നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ നല്ലൊരു ട്രേഡ് യൂണിയനായിട്ടും എല്ലാവരും അംഗീകാരങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം നമ്മൾ എല്ലാ വർഷവും ഈ ഡിസംബർ 13 വിവിധ പരിപാടികളോടെ വിപുലമായ രീതിയിൽ ആചരിക്കാറുണ്ട്. ഈ വർഷവും സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തു. നമ്മുടെ ഏരിയ തലത്തിലെ ജില്ലകളിൽ നല്ല ആ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ചികിത്സകൾ, അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലും ഇന്ന് അനവധി ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. രോഗിയെ കൊണ്ടുപോയി മടങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞു. ചേലക്കര മേപ്പടം കൽത്തൊട്ടി പാടത്തേക്കാണ് ആംബുലൻസ് മറിഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം.
പാലക്കാട് നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുപോയി തിരിച്ചു വന്നിരുന്ന ആംബുലൻസാണ് നിയന്ത്രണം വിട്ട് റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി തകർത്ത പാടത്തേക്ക് മറിഞ്ഞത്. അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സ് പാലക്കാട് സ്വദേശി ബിൻസിക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ നിസാമുദ്ദീൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോട്ട വാഴക്കുന്നിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊരട്ടി കുലയിടം സ്വദേശി വെളിയത്തുവീട്ടിൽ ജോർജ് മകൻ നെൽസണാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിൽ പോട്ട എത്തുന്നതിനു മുൻപ് വാഴക്കുന്നിലായിരുന്നു അപകടം നടന്നത്. സാരമായി പരിക്കേറ്റ നെൽസനെ പോട്ട ധന്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളിയിൽ ഡൈ മേക്കറായി ജോലി ചെയ്യുന്ന നെൽസൺ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. സിനിയാണ് ഭാര്യ, മകൻ അഡ്രിയാൻ. കടലാശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിലെ വിളക്കാഘോഷം ശനിയാഴ്ച നടക്കും. വൈകിട്ട് 6:30 പിടിക്കപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, 9:30 അയ്യപ്പൻ പാട്ട്, പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,230 രൂപ, പവന് 57,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകത്തമ്മ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ ഞെരുക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചൂട്ടേറ് ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷിയായി. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണം പൂർത്തിയായി. അവണിശ്ശേരിയുടെ കായിക കുതിപ്പിന് കൂടുതൽ കരുത്തു പകരുമെന്ന് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.